പ്രിയപ്പെട്ടവരെ, മംഗളവാർത്താ കാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മനുഷ്യകുലം മംഗളകരമായി കേട്ട ആ വാർത്തയെക്കുറിച്ച് നമ്മൾ അനുസ്മരിക്കുന്ന കാലമാണ്. ഡിസംബർ 1 മുതൽ ക്രിസ്മസ് വരെയുള്ള കാലഘട്ടം. ക്രിസ്മസ് കാലം മഞ്ഞിൻ്റെ കാലം കൂടിയാണല്ലോ. ആത്മാവിലും മനസ്സിലും മഞ്ഞ് പെയ്യുന്ന കാലമാണ്. അന്തരീക്ഷത്തിൽ മഞ്ഞ് പെയ്യുന്നതിനോടൊപ്പം തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ആഹ്ലാദമുള്ള ഒരു കാലമാണ്. ഈ കാലത്തിൻ്റെ ആരംഭത്തിൽ തിരുസഭ നമുക്ക് ധ്യാന വിഷയമായിട്ട് നൽകുന്ന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 5 മുതൽ 25 വരെയുള്ള ഭാഗമാണ്. ഈ ഭാഗം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഹെറോദേസ് യൂദയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയ എന്ന ഒരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങുന്ന ഈ സുവിശേഷ ഭാഗത്തിന്റെ സാരസംഗ്രഹം ഇതാണ്. സക്കറിയ എന്ന് പറയുന്ന പുരോഹിതനും സക്കറിയയുടെ ഭാര്യയായ എലിസബത്തിനും വാർദ്ധക്യത്തിൽ പോലും പുത്രനില്ല. ദൈവത്തിന് മുമ്പിൽ നീതിനിഷ്ഠരായ മനുഷ്യരായിരുന്നു അവർ. പക്ഷേ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. യഹൂദ ചിന്തപ്രകാരം കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ശാപമാണ്. സാമുവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദാവീദ് രാജാവ് വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിൽ നഗ്നനായി നൃത്തം ചെയ്യുന്നത് കണ്ടിട്ട് അന്തഃപുരത്തിലിരുന്ന് ദാവീദിൻ്റെ ഭാര്യ മിഖ കളിയാക്കി ചിരിക്കുകയാണ്. ദാവീദ് തിരിച്ചു വരുമ്പോഴും മിഖ ഈ പരിഹാസം തുടർന്നു. പിന്നീട് വിശുദ്ധ ഗ്രന്ഥം എഴുതുന്നത് ഈ പരിഹാസത്തെ പ്രതി ദൈവമായ കർത്താവ് അവളുടെ ഉദരത്തെ വന്ധ്യമാക്കി കളഞ്ഞു എന്നാണ്. അപ്പോൾ വന്ധ്യത ദൈവത്തിൻ്റെ ശാപമായിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. ഇവിടെ സക്കറിയായും എലിസബത്തും നീതിനിഷ്ഠരായ മനുഷ്യരായിരുന്നു. അവർക്ക് ദൈവത്തിൻ്റെ ശാപമുണ്ടായി എന്നൊരു ചിന്ത സമൂഹത്തിൽ ഉണ്ടാകുന്നത് തന്നെ എത്രയോ വേദനാജനകമാണ്. നീതിമാന്മാരുടെ സഹനമാണ് നീതീകരിക്കാനാവാത്തത്. അതിൻ്റെ വേദന അപാരമാണ്. അപ്പോൾ ദൈവത്തിനു മുമ്പിൽ നിർമ്മലരായിരിക്കുമ്പോഴും മനസ്സിൽ വേദന പേറി നടന്ന മനുഷ്യരായിരുന്നു സക്കറിയായും എലിസബത്തും. ഈ സുവിശേഷ ഭാഗം പ്രിയപ്പെട്ടവരെ നമുക്കൊരു വലിയ സന്ദേശം നൽകുന്നുണ്ട്. വേദനകളുടെ നടുവിലും ദൈവദൂതന്മാരുടെ സാന്നിധ്യമുണ്ടാകും എന്ന ചിന്ത പേറി നടക്കുന്നവർക്ക് അവസാനം അവരുടെ ജീവിതത്തിൽ അവസാന അത്ഭുതങ്ങളുണ്ടാകും. വേദനകളുടെ നടുവിലും ദൈവദൂതനെ കാണാനുള്ള മനസ്സ് നമുക്കുണ്ടാകണമെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കുന്നത് അത് ദൈവത്തിന് അത്ഭുതം ചെയ്യാനുള്ള കാലതാമസമായിട്ട് നമ്മൾ കരുതിയാൽ മതി എന്ന് സുവിശേഷ ഭാഗം പറയാണ്. സക്കറിയ അബിയ തലവനായിട്ടുള്ള 8ാമത്തെ പുരോഹിത ഗണത്തിൽപ്പെട്ട ആളായിരുന്നു. പുരോഹിത വിധിപ്രകാരം ഓരോ ഗണത്തിനും ദൈവസന്നിധിയിൽ ബലിയർപ്പിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. സക്കറിയായും എലിസബത്തും ജെറുസലേമിന് 4 കിലോമീറ്റർ അകലെ യൂദയാദേശത്ത് താമസിച്ചിരുന്നവരായിരുന്നു. എന്നാൽ പുരോഹിത വിധിപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾ നിർവഹിക്കേണ്ട കാലമായപ്പോൾ അവര് ജെറുസലേമിലേക്ക് വന്ന് താമസം തുടങ്ങി എന്ന് നമുക്ക് കരുതാം. അങ്ങനെയിരിക്കെ കുറിയിടുന്ന സമയത്ത് സക്കറിയായ്ക്ക് കിട്ടിയ കർമ്മം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം തിരുസന്നിധിയിൽ ദൈവസന്നിധിയിൽ ധൂപമർപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ധൂപമർപ്പിക്കാൻ പോയപ്പോൾ സക്കറിയ തൻ്റെ സങ്കടങ്ങൾ ദൈവസന്നിധിയിൽ ഉണർത്തിച്ചിരിക്കാം, തീവ്രമായി പ്രാർത്ഥിച്ചിരിക്കാം. സർവ്വവേദനകളും ദൈവത്തോട് തുറന്നു പറയുന്ന ആ സമയത്ത് ദൈവത്തിൻ്റെ ദൂതൻ അടുത്തു നിൽക്കുന്നതായി സക്കറിയായ്ക്ക് തോന്നുകയാണ്. ആ മഹനീയമായ ദർശനം സക്കറിയായ്ക്ക് ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലുള്ള പ്രായോഗികമായ പാഠം ഇതാണ്. ഞാനും നിങ്ങളും നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ തീഷ്ണതയിൽ ദൈവദൂതന്മാരുടെ സാന്നിധ്യം പ്രാർത്ഥന കാണുന്നവർക്ക് തോന്നുന്നുണ്ടോ? ദൈവികമായ ദർശനം അവർക്കുണ്ടാകുന്നുണ്ടോ? അവർ ഈ ലോകത്തിൻ്റെ ചിന്തകളൊക്കെ വിട്ടിട്ട് സ്വർഗീയ ചിന്തകളിലേക്ക് ഉയരുന്നുണ്ടോ? വിശുദ്ധ കുർബാനയിൽ സീറോ മലബാർ ക്രമത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പ്രാർത്ഥനയുടെ നടുവിൽ ഈ ഭൂമിയെ നമ്മൾ മറന്നു പോകണമെന്നുള്ളതാണ്. ഈ ഭൂമിയുടെ നശ്വരതയെ മറന്നിട്ട് അനശ്വരതയിലേക്ക്, സ്വർഗീയമായ ദർശനത്തിലേക്ക് നമ്മൾ ഉണരണമെന്നുള്ളതാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ ദൈവം അത്ഭുതം നിർവഹിക്കും എന്ന് ഈ സുവിശേഷ ഭാവം പറയാണ്. അത് കാലതാമസമുണ്ടായാലും പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കില്ല എന്ന് ഈ സുവിശേഷ ഭാവം പറയുന്നു. പിന്നെ നമ്മൾ കാണുന്നു, ഗബ്രിയേൽ ദൈവദൂതൻ
സക്കറിയായോട് പറയുന്നത് യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചാണ്. ആ പേര് നൽകുന്നത് തന്നെ വലിയ അർത്ഥങ്ങളുള്ള കാര്യമാണ്. യഹൂദരുടെ ചിന്തപ്രകാരം പേരിന് തന്നെ വലിയ അർത്ഥങ്ങളുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ അവൻ്റെ പേരാണെന്ന് വരെ വിചാരിക്കപ്പെട്ടിരുന്നു. സുവിശേഷ ഭാഗങ്ങളിൽ 2 പേർക്ക് മാത്രമേ സ്വർഗം പേര് നൽകുന്നുള്ളൂ. ഒന്ന് സ്നാപക യോഹന്നാനാണ്, യോഹന്നാൻ എന്ന പേര്. 2 സാക്ഷാൽ മിശിഹാ തമ്പുരാനാണ്. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം കരുണ കാണിച്ചു എന്നാണ്. നോക്കൂ, ഇവിടെ ഈ ഭാഗത്തിലൂടെ നമുക്ക് കിട്ടുന്ന പ്രായോഗിക പാഠം ഇതാണ്: മക്കള് ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം കരുണ കാണിക്കുന്നതാണ് കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന പേരുകൾ പോലും വളരെയേറെ അർത്ഥങ്ങളുള്ളതാണ് എന്ന് നമ്മൾ ഓർക്കണം. ഇന്നത്തെ കാലത്ത് പേരുകൾ, അർത്ഥമില്ലാത്ത പേരുകൾ കുഞ്ഞുങ്ങൾക്ക് നൽകുകയാണ്. പൗർണമി എന്നും ചന്ദ്രികയെന്നും ഒക്കെ, സുമലത എന്നൊക്കെയുള്ള പേരുകൾ. ഒരുപക്ഷെ അത് ചില ആളുകളെ സംബന്ധിച്ച് അത് അർത്ഥമുണ്ടായിരിക്കും. പക്ഷെ ക്രൈസ്തവ സംസ്കാരത്തിലേക്ക് വരുമ്പോൾ, ക്രൈസ്തവ സംസ്കാരത്തിൽ പേരുകൾ വിശുദ്ധന്മാരുടേതായിരുന്നു നൽകിയിരുന്നത്. കാർന്നവന്മാരുടെ പേരുകൾ അങ്ങനെയുള്ളതായിരുന്നു. ആ പേരുകളാണ് പിന്നീട് കുഞ്ഞുങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നത്. അങ്ങനെ വലിയൊരു സംസ്കാരത്തിൻ്റെ തുടർച്ചയുണ്ടായിരുന്നു അതിന്. ആ തുടർച്ചയൊക്കെ ഇന്ന് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ പേരുകൾക്ക് അർത്ഥമുണ്ട്. ആ പേരുകൾ, അത് വിശുദ്ധരുടെ പേരുകൾ, അതൊക്കെ മാതൃകകളാക്കേണ്ടതാണ് എന്ന രീതിയിലാണ് നമ്മൾ നൽകിയിരുന്നത് കുഞ്ഞുങ്ങൾക്ക്. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ ഈ അടുത്ത കാലത്ത് നടന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു, ഒരു സ്ഥാനാർത്ഥി ഭ്രൂണഹത്യ സ്ത്രീകളുടെ അവകാശമാണെന്ന് പറഞ്ഞ് സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി പ്രചരണം നടത്തുന്നത് കണ്ടു. വേറൊരു വശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ ഇലോൺ മസ്കും ഡൊണാൾഡ് ട്രംപും കൂടെ പ്രോ ലൈഫിന് വേണ്ടി വാദിക്കുന്നത് കണ്ടു. ഭ്രൂണഹത്യ വലിയ തിന്മയാണ്, അത് കുഞ്ഞുങ്ങൾക്കെതിരെയുള്ള കുഞ്ഞ് കടന്നുകയറ്റമാണെന്ന രീതിയിൽ അവർ പ്രചരണം നടത്തുന്നത് കണ്ടു. അവസാനം ഈ പ്രോ ലൈഫിന് വേണ്ടി വാദിക്കുന്നവർ ജയിക്കുകയാണ്. അപ്പോൾ ഈ സുവിശേഷ ഭാഗത്തിന് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രായോഗികമായ പാഠങ്ങളുണ്ട് എന്ന് നമ്മൾ കാണുന്നു. അവസാനം ഈ മാലാഖ പറയുന്നു, ഈ കുഞ്ഞിൻ്റെ ദൗത്യം, യോഹന്നാൻ്റെ ദൗത്യം ദൈവത്തിങ്കിലേക്ക് ആളുകളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ ചിന്തകൾ ക്രിസ്തുവിലേക്ക്, ദൈവം തമ്പുരാനിലേക്ക് ആളുകളെ എത്തിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ ദൈവത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങളാണോ, വാക്കുകളാണോ നമ്മൾ സംസാരിക്കുന്നത്? ഞാൻ ഓർക്കുന്നത് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു മനുഷ്യനെ കുറിച്ചാണ്. അദ്ദേഹം ഒരു ടാക്സി ഡ്രൈവറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടാക്സിയിൽ കയറുന്ന എല്ലാ മനുഷ്യരും അദ്ദേഹം സുവിശേഷം പറഞ്ഞിരുന്നു. അതുകൊണ്ട് സുവിശേഷം കുഞ്ഞേട്ടൻ എന്ന് പറയുന്ന പേര് തന്നെ അദ്ദേഹത്തിന് വീണു. അദ്ദേഹത്തിന് അങ്ങനെ പറയാതിരിക്കാനാവില്ല. എല്ലാവരെയും, ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും അവരോട് സുവിശേഷം പറയണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായ ബോധ്യമായിരുന്നു. നമ്മൾ അടുത്തയിടയ്ക്ക് ഒരു അധ്യാപന ദിനത്തിൽ ഒരു അധ്യാപകൻ പ്രസംഗിച്ചു തുടങ്ങിയാണ്. അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങുന്നത് ശ്രീകുമാരൻ തമ്പിയുടെ ഒരു വാക്ക് ഉദ്ധരിച്ചുകൊണ്ടാണ്. അദ്ദേഹം പറയുന്നു, അധ്യാപക ദിനമാണിത്, പക്ഷേ ഞാൻ ആദ്യം ഓർക്കുന്നത് ശ്രീകുമാരൻ തമ്പിയുടെ ഒരു ഉദ്ധരണിയാണ്. അദ്ദേഹം പറയുന്നു, ലോകത്തിൽ ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഗുരു, ഏറ്റവും വലിയ ടീച്ചർ ഈശോ മിശിഹായാണ്, ജീസസ് ഓഫ് നസറത്താണ്. അവിടെ നിന്ന് മാത്രമേ എല്ലാ അധ്യാപന ചിന്തകളും നമുക്ക് തുടരാനാകൂ എന്ന് അദ്ദേഹം പറയുകയാണ്. എന്ത് തരത്തിലാണെങ്കിലും, നമ്മുടെ എന്ത് കുറ്റങ്ങളും കുറവുകളും ബലഹീനതകളുള്ള മനുഷ്യരാണ് നമ്മളെങ്കിലും, നമ്മുടെ മുമ്പിൽ അടിസ്ഥാനപരമായിട്ട് ഈശോയെക്കുറിച്ചുള്ള ഒരു സ്നേഹവും ഈശോയുടെ വചനങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധ്യവുമുണ്ടോ എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. അനേകരെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുക എന്നുള്ള ദൗത്യമാണ് യോഹന്നാൻ ഉണ്ടായിരുന്നത്. പെരുമ്പടവൻ ശ്രീധരൻ പറയുന്നുണ്ടല്ലോ, പെരുമ്പടവൻ ശ്രീധരൻ്റെ രചനകളിലെല്ലാം മാനദണ്ഡമായിട്ട് നിൽക്കുന്നത് ക്രിസ്തുവാണ്. അതുകൊണ്ട് നല്ല മനുഷ്യനെ കാണുമ്പോൾ അദ്ദേഹം പറയും, ക്രിസ്തു തുല്യമായ മനസ്സുള്ള മനുഷ്യൻ എന്ന് പറയുകയാണ്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ വചനങ്ങളെയും നമ്മുടെ പ്രസംഗങ്ങളെയും ഒക്കെ തിരിക്കണം. നമ്മുടെ ദേവാലയങ്ങളിൽ, നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ സ്ഥാപനങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു.
അവസാനമായിട്ട് ഈ കാലം വലിയൊരു സംസ്കാരം സൃഷ്ടിക്കുന്ന കാലമാണ് ഈ ക്രിസ്മസ് കാലം എന്ന് പറയുന്നത്. പണ്ട് കാലങ്ങളിലേക്ക് നമ്മുടെ ഓർമ്മകൾ നമ്മൾ കൊണ്ടുപോയാൽ, ഒരു 20-25 വർഷങ്ങളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയാൽ, ഈ മംഗളവാർത്തയുടെ ആദ്യകാലം മുതൽ മാതാപിതാക്കന്മാർ എത്രയോ കാര്യമായിട്ടാണ് മക്കളെ ഒരുക്കിയിരുന്നത്. വീടുകൾ എങ്ങനെയാണ് ഒരുക്കിയിരുന്നത്? മക്കളോട് ക്രിസ്മസ് കാലമാണെന്നും ഉണ്ണീശോയ്ക്ക് സുഹൃത ജപം കണ്ട ഉടുപ്പുകൾ ഉണ്ടാക്കണമെന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് അവരെന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ, അവരെന്തെങ്കിലുമൊക്കെ വാശി കാണിച്ചാലൊക്കെ ഈശോയ്ക്ക് ഇഷ്ടപ്പെടില്ല, ഉണ്ണീശോയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞ് ഈ കാലത്തെ പ്രത്യേകതരമായ ഒരു കാലമാക്കി അവർ മാറ്റിയിരുന്നു. ഒരു ക്രിസ്മസിന്റെ സംസ്കാരം, ഒരു കൾച്ചർ അവർ ഈ കാലത്ത് അവരുണ്ടാക്കിയിരുന്നു. അവർ പതുക്കെ ഈ ക്രിസ്മസിന്റെ ആരംഭത്തിൽ തന്നെ പുൽക്കൂടുണ്ടാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിരുന്നു, നക്ഷത്രമിടുന്നതിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിരുന്നു. അങ്ങനെ ക്രിസ്മസ് ഒരു വർണ്ണാഭമായ ഓർമ്മയായിട്ട്, ആഹ്ലാദമായിട്ട് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ മുതൽ ഇങ്ങനെ വലിയവരുടെ മനസ്സിൽ വരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സംസ്കാരം അതിന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. എത്രയോ ക്രൈസ്തവ കുടുംബങ്ങളിലാണ്, പണ്ട് കാലങ്ങളിലൊക്കെ ഹൈന്ദവരുൾപ്പെടെ ഈ നക്ഷത്രങ്ങൾ ഇടുന്നില്ലായിരുന്നു. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹത്തായ ജനനം, ഏറ്റവും വലിയ ആഘോഷം, ആ ആഘോഷത്തിൻ്റെ ഓർമ്മയിൽ ലോകം കണ്ട ഏറ്റവും വലിയ ഉദയം, ഇരുളുമാറ്റിയുള്ള ഉദയത്തിൻ്റെ ആ അനുസ്മരണത്തിൽ, ഓർമ്മയിൽ നമ്മൾ നക്ഷത്രങ്ങൾ വെളിച്ചം തൂക്കുന്നു, നക്ഷത്രം തൂക്കുന്നു. അപ്പോൾ അത് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ നമ്മുടെ എത്രയോ കുടുംബങ്ങളിലാണ് ഇന്ന് ഒരു നക്ഷത്ര വിളക്ക് പോലും ഇല്ലാത്തത്. എത്രയോ കുടുംബങ്ങളിലാണ് ക്രൈസ്തവ കുടുംബം പുൽക്കൂടില്ലാതെ പോകുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്മസ് കാലത്ത് കൂടുതലായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങണം. നമ്മൾ ക്രിസ്മസിൻ്റെ ആദ്യവാരത്തിൽ തന്നെ നമ്മുടെ ഭവനങ്ങളിൽ ക്രിസ്മസ് സ്റ്റാറുകൾ, നക്ഷത്രങ്ങൾ നമ്മൾ തൂക്കണം, നമ്മൾ ഇടണം. നമ്മൾ ആ ഒരു സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരണം. നമ്മുടെ വീടുകളിൽ, എല്ലാ വീടുകളിലും പുൽക്കൂടുകൾ ഉണ്ടാക്കണം. പുൽക്കൂടുകൾ വീട്ടിൽ ഉണ്ടാക്കാതെ പറ്റാത്തവർ അത് വാങ്ങിച്ച് വീടുകളിൽ വെക്കണം. വീടിൻ്റെ മുമ്പിൽ ആ പുൽക്കൂടുകൾ ഉണ്ടാകണം, സ്റ്റാറുകൾ ഉണ്ടാകണം. സാധിക്കുമെങ്കിൽ പറ്റുന്നവർ ക്രിസ്മസ് സ്ത്രീകൾ, അങ്ങനെ ക്രിസ്മസിൻ്റെ ഒരു സംസ്കാരം ആദ്യം മുതൽ തന്നെ മനസ്സിൽ, അങ്ങനെ കുഞ്ഞുങ്ങളോട് ഈ കാലത്ത് പരമാവധി പള്ളിയിൽ പോകണമെന്ന് നമ്മൾ പറയണം. കുഞ്ഞുങ്ങളെ സുഹൃത ജപങ്ങൾ കൂടുതലായിട്ട് പറയണം. നമ്മുടെ നമ്മുടെ കുടുംബ പ്രാർത്ഥന ക്രിസ്മസ് കാലത്ത് മുടക്കാതിരിക്കണം. ആ കാലത്ത് നമ്മൾ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള ഭാഗങ്ങൾ തുടർച്ചയായിട്ട് നമ്മൾ വായിക്കണം. ആ തരത്തിൽ നമ്മൾ ക്രിസ്മസിനെ ഓർക്കുക. സ്വാമി വിവേകാനന്ദനാണ് ഹൈന്ദവരുടെ ഇടയിൽ ആദ്യമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിൻ്റെ എല്ലാ മഠങ്ങളിലും ക്രിസ്മസ് ആഘോഷിക്കണമെന്ന് പറഞ്ഞിരുന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇന്നും അദ്ദേഹത്തിൻ്റെ മഠങ്ങളിലെല്ലാം ഈ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. ക്രിസ്മസ് അപ്പോൾ ആ തരത്തിൽ നമ്മളെ തന്നെ ഈ കാലത്ത് പ്രത്യേകമായി ഒരുക്കേണ്ട, നമ്മൾ കൂടുതലായിട്ട് ഈ കാലത്ത് കുമ്പസാരിച്ച് നമ്മളെ തന്നെ ഒരുക്കുന്ന ഒരു നല്ല ക്രൈസ്തവ സംസ്കാരം, നിലനിന്ന സംസ്കാരത്തിൻ്റെ വീണ്ടെടുപ്പ് നമുക്കുണ്ടാകണം. അതിൻ്റെ ഒരു റിവൈവൽ ഉണ്ടാകണം. എല്ലാ കുടുംബങ്ങളിലും സ്റ്റാറില്ലാത്ത, പുൽക്കൂടില്ലാത്ത ഒരു കുടുംബവും ഈ ക്രിസ്മസ് കാലത്ത് ഉണ്ടാകരുത് എന്നുള്ള ഒരു പ്രബോധനം നമ്മൾ എല്ലാവരിലേക്കും പങ്കുവെക്കുക കൂടി ചെയ്യണം. Subscribe now and press the bell icon. Never miss an update.